കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ ഏവരും ഉറ്റുനോക്കുന്നത് സ്വർണത്തിലേക്കാണ്. തിടുക്കപ്പെട്ട് സ്വർണം വാങ്ങിക്കൂട്ടുന്നവരോട് ചില കാര്യങ്ങൾ കൂടി അറിയണമെന്നാണ് സാമ്പത്തിക വിദഗ്ധരും ഇപ്പോൾ പറയുന്നത്. തുടർച്ചയായി സ്വർണ്ണവില റെക്കോർഡിൽ കുതിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്വർണത്തിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നവരുടെയും എണ്ണവും കൂടി വരുന്നു. ചെറുതെങ്കിലുമുള്ള പണത്തിന് സ്വർണത്തിന്റെ കോയിനുകൾ വാങ്ങുന്ന ശീലം ആളുകൾക്കിടയിൽ വന്നിട്ടുണ്ടെന്നാണ് ജ്വല്ലറി ഉടമകളും പറയുന്നത്. ആഭരണം വാങ്ങുന്നതിൽ ഡിമാൻഡ് കുറഞ്ഞ് കോയിനുകൾ വാങ്ങുന്നവരാണ് അധികവും. അതുകൊണ്ട് തന്നെ നിലവിൽ സ്വർണ്ണവിലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കുതിപ്പും ഇടിവുമൊക്കെ നമ്മൾ കൃത്യമായി തന്നെ ശ്രദ്ധിക്കാറുമുണ്ട്. അതേസമയം തിടുക്കപ്പെട്ട് സ്വർണം വാങ്ങിക്കൂട്ടുന്നവരോട് ചില കാര്യങ്ങൾ കൂടി അറിയണമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. അതായത് ഫെബ്രുവരി 1 കേന്ദ്ര ബജറ്റ് നടക്കാനിരിക്കുകയാണ്. ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണുള്ളത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ ഏവരും ഉറ്റുനോക്കുന്നതും സ്വർണത്തിലേക്കാണ്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ അവതരിപ്പിച്ച ബജറ്റിൽ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവയിൽ ഇളവ് നൽകിയിരുന്നു. 15% നിന്നും 6% കുറച്ചത്. പ്രഖ്യാപനത്തിനു പിന്നാലെ സ്വർണ്ണ വിലയിൽ കുറവ് വന്നെങ്കിലും പിന്നീട് റോക്കറ്റ് പോലെയാണ് വില കുതിച്ചത്. ഇപ്പോൾ സ്വർണ്ണ വ്യാപാരികൾ ആവശ്യപ്പെടുന്നത് ഈ ഇറക്കുമതി തീരുവ 6% നിന്നും 3% കുറയ്ക്കണമെന്നുള്ളതാണ്. അങ്ങനെ സംഭവിച്ചാൽ സ്വർണ്ണവിലയിൽ ഗ്രാമിന് 300 രൂപ മുതൽ 500 രൂപ വരെ കുറയാനുള്ള സാധ്യതയുണ്ട്. GSTയുടെ കാര്യത്തിൽ കുറയ്ക്കണമെന്ന രീതിയിൽ ചർച്ചകൾ നടക്കുന്നുമുണ്ട്. നിലവിൽ 3% GST ആണ് സ്വർണത്തിന് ചുമത്തിയത്. ഇത് 1.5% കുറയ്ക്കണമെന്നാണ് ആവശ്യവും. എന്നാൽ ഈ ആവശ്യങ്ങൾ നടപ്പിലാകുമോ എന്ന കാര്യത്തിലും ഉറപ്പില്ല. കാരണം ഇറക്കുമതി കൂടിയാൽ അത് സമ്പദ് വ്യവസ്ഥയിൽ ബാധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ആലോചിച്ചു മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ സർക്കാരിന് തീരുമാനമെടുക്കാനാകൂ. ബജറ്റിന് മുന്നോടിയായി സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സ്വർണ്ണവില അതിന്റെ ഉയരത്തിൽ തുടരുന്നതിനാൽ കൂടുതൽ അളവിൽ സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കാം. പകരം വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വില കൃത്യമായി ശ്രദ്ധിക്കണം. നികുതി കുറഞ്ഞാൽ അല്പം ലാഭത്തിൽ സ്വർണം വാങ്ങാനും സാധിക്കും. അതിനാൽ ബജറ്റ് പ്രഖ്യാപനം വരുന്നതുവരെ കാത്തിരിക്കുന്നതാണ് നല്ലത്. ഒരു സമ്പാദ്യം എന്നതിലുപരി സ്വർണത്തെ ആഭരണമായി കാണുന്നവരാണ് നമ്മൾ മലയാളികൾ. ഫെബ്രുവരി 1 ബജറ്റ് വരുമ്പോൾ വിപണി കൂടി ഉള്ളതുകൊണ്ട് സ്വർണ്ണ വിലയിലെ മാറ്റം സൂക്ഷ്മമായി തന്നെ വിലയിരുത്തേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.